അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കുന്നത്. ഒട്ടിപ്പിടിക്ക് കുഴഞ്ഞു പോകുന്നതും ചെയ്യാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ അളന്നെടുത്തിട്ടുള്ള 2 കപ്പ് ബസ്മതി റൈസ്. ഇതിനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്ക് ഈ റൈസ് കുതിരാനായിട്ട് വെക്കാം. എന്നിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞ ശേഷം നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പൊന്ന് കൂടി നിൽക്കണം, എന്നാലേ റൈസ് വെന്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് അരിയിട്ട് കൊടുക്കാൻ. ഞാനിതിൽ ആദ്യം തന്നെ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരിയിട്ട് കൊടുക്കാം. അരി ഇട്ട ഉടനെ തന്നെ അരിയൊന്നും പൊടിഞ്ഞു പോവാതെ പതുക്കെ പതുക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ വേവ് ഒന്ന് നോക്കണം. നമ്മളിത് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ അടുത്തുനിന്ന് മാറരുത്. ഇടയ്ക്കിടയ്ക്ക് വേവ് നോക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വേവ് ഏറിപ്പോവും. നമ്മൾ ബിരിയാണിക്കൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ ഒരു 90% നമുക്കിത് വേവിച്ചെടുക്കാം. വേവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് റൈസൊക്കെ ഉടഞ്ഞ് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് അത്രയ്ക്ക് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വേവ് നോക്കിയിട്ട് നല്ല പാകത്തിന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസ് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. എന്നാലും റൈസ് വെന്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ആ പശപ്പൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ റൈസ് ഊറ്റിയെടുത്ത ശേഷം ഒരു പരന്ന പാത്രത്തിൽ പരത്തിയിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് വെക്കാം. ചൂടോടുകൂടി ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നുണ്ടെങ്കിൽ അതിലുള്ളൊരു ചൂട് തട്ടിയിട്ട് റൈസ് കുറച്ചും കൂടി വെന്ത് പോകും. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി വരുമ്പോഴേക്ക് റൈസൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ റൈസ് ഒന്ന് ചൂടാറാനായിട്ട് വെച്ച ശേഷം ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനൊരു 200-250 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ്. ചിക്കൻ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിതിൽ സോയ സോസ് ചേർത്ത് കൊടുത്തുകൊണ്ട് സാധാരണ ഉപ്പ് ചേർക്കുന്ന അത്രയും ചേർക്കേണ്ടി വരില്ല, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെറിയ ചെറിയ പീസായതുകൊണ്ട് ഉപ്പും സോസൊക്കെ ഇതിലേക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ ചെറിയ ബോൺലെസ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതലങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട, നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ട് ഇതിൻ്റെ പുറമൊക്കെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത്രക്കൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമ്മളൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് അതിന് വെള്ള കളറൊക്കെ മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളറായാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ചിക്കനൊക്കെ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്. ഇതിലേക്ക് ഇനി 2 മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഓയിൽ ബാക്കിയില്ലെങ്കിൽ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തുള്ള ഓയിൽ തന്നെ ആയതുകൊണ്ട് അതിൽ ചെറുതായിട്ട് ഉപ്പുണ്ടാവും. അപ്പോൾ ഈ മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഒന്ന് വെന്ത് വന്ന ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടി അടി കട്ടിയുള്ളൊരു പാത്രം വേണം. ഞാനിപ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്.
പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്ന ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളതെല്ലാം വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ്റെ താഴത്തുള്ള വൈറ്റ് ഭാഗം ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ നമുക്കൊരു ചെറിയ കഷ്ണം സവാള ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് ബീൻസ്. രണ്ടും ഞാൻ അധികം കട്ടിയില്ലാതെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തുള്ളത്. ഇനി ഇതും നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനിതൊരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ യെല്ലോ ക്യാപ്സിക്കാണ് ചേർത്തുള്ളത്. ഏത് ക്യാപ്സിക്കം ആയാലും കുഴപ്പമില്ല. പിന്നെ 1/2 കപ്പ് ക്യാബേജ്. ഇനി ഇതും നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. റൈസൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ചൂടോടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ റൈസൊക്കെ പൊടിഞ്ഞത് കുഴഞ്ഞു പോകും. അപ്പോൾ റൈസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്റ്റീലിൻ്റെ കയ്യിലൊന്നും വെച്ചിട്ട് കുത്തി ഇളക്കരുത്. നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നല്ല ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഒട്ടിപ്പിടിക്കുക കുഴഞ്ഞു പോകുകയൊന്നും ചെയ്യാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ ഈസി റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.